ആന്റി, ഞാനും ഡാഡി പീറ്റമ്മയും കൂടിയേ ഇന്ന് എന്തൊക്കെ പരിപാടി ഇട്ടുണ്ടെന്ന് അറിയാമോ? മ്യൂസിയം, സൂ, ബീച്ച്, ഇവിടൊക്കെ ആന്റീനെ കൂട്ടി പോവാ. ഞാൻ പറഞ്ഞിട്ടാ ആന്റി ഡാഡി സമ്മതിച്ചത്. അതെ. പിന്നെ മോനെ, എന്താ ആന്റി? മോന്റെ മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചു പോയില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. ഇല്ലേ? പിന്നെ ഇവിടെ മോൻ എന്റെ മുഖത്തേക്ക് നോക്കിയേ. മോന്റെ മമ്മിയാണ് ഞാൻ. വിളിക്ക് മോനെ, മമ്മീന്ന് വിളിക്ക്. മോന്റെ മമ്മീന്ന് വിളിക്ക്. ഭാഗ്യവാനാടാ. എന്ത് പറ്റി? പണ്ടാരടക്കം എന്റെ സ്റ്റെല്ലക്കുട്ടിയുടെ തള്ളൊന്നും ചാവുന്നും കൂടി ഇല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തല്ലിക്കൊല്ലാൻ പറ്റുമോ? അതുമില്ല. ഡാഡി, എനിക്കിന്ന് മമ്മിയെ കിട്ടിയല്ലോ. എവിടെ? ദേ. സംഗതി അച്ഛനാ, ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവാല്ലേ? എങ്ങോട്ട്? മറന്നോ? സൂ, ബീച്ച്, സിനിമ. വീട്ടിലെ മോൻ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞിട്ട് പോയി കളയാം. നീ വന്നേ. എടാ വീര, അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് വേണ്ട, ഡേ മതിയല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. മോനെ, ബിജുമോനെ, അങ്കിളിന്റെ മോനെ, പൊന്നുമോനെ, എവിടെ നോക്കും മോനെ? ഡാഡിക്ക് ഭയങ്കര തലവേദന. ആണോ ഡാഡി? അതേ മോനെ. അങ്കിളും മോനും കൂടി സൂ, സിനിമ ഇതെല്ലാം കാണാൻ പോവാ. എന്നാ മമ്മിയും കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ? ഡാഡിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്ക. ഇവിടെ ഒരാള് വേണ്ടേ? അത് വേണം. അതാ പറഞ്ഞത്. അപ്പൊ അങ്കിളും മോനും കൂടി പോവാ. നീ മോനെ കൊണ്ടുപോയി. പിന്നെ വെറുതെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇത് അവിടെ വെച്ചോ. പിന്നെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എന്നാലും ഒരു കാര്യം ചെയ്യാം, 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. മഞ്ജു, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇപ്പൊ എന്തുണ്ടായി? നീ എന്നെ തോൽപ്പിച്ചളഞ്ഞു. ഞാനോ? ഞാൻ എന്റെ മനസ്സ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒരു പെണ്ണും കടന്നു വരാതിരിക്കാൻ. പക്ഷേ നീ ഇതിനകത്ത് എങ്ങനെ കയറി പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭാഗ്യമാണ്. എന്താ കാര്യം? എനിക്ക് കുളിക്കണം. കുളിച്ചോ? എനിക്ക് കുളിക്കണം. ഞാൻ കുളിപ്പിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ തനിച്ച് കുളിക്കണ്ട, നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ കുളി പാസ്സാക്കാം. വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. അയ്യോ ചേട്ടാ, പോ ചേട്ടാ. വിട്ടു. അക്കാത്ത് വലിച്ചോട്ടത് അടിയാ. ആ വെട്ടടോ, വിട്ട് വെട്ടി വെട്ടല്ല വകയാ കേട്ടാ. ആ മരത്ത് പന്നിയില്ലേ, പന്നിനകത്ത് അകത്ത് പന്നി, അയിമ്പതിനകത്ത്
ഇവിടെ ഇരുന്ന് പണം വെച്ചത് ചീട്ടുകളി ഒന്ന് നിർത്താമോ? അല്ല, പോലീസ് വന്ന് കയറി ഞാനാ വിടുക. നീ പോയിട്ട് ഒരു 300 മില്ലി ഒരു 3 കോഴിമുട്ടി എടുത്തിട്ട് നീ കഴിച്ചോ, ബില്ല് എന്റെ പേരിൽ എഴുതിക്കോ, കാശ് എന്നെ കൊടുത്തോ. പോ പോ, വെറുപ്പിക്കില്ല, പോ, നടക്കേ, പോ, കുപ്പിയെടുത്തോ, പോ. പോ. അകത്ത് ഇങ്ങോട്ട് മാറ്റി അകത്ത്. കർത്താവേ ചതിക്കല്ലേ, പഞ്ഞ അകത്ത്, പഞ്ഞ അകത്ത്, അകത്ത്, അകത്ത്. അയ്യോ, ഒന്നും മിണ്ടായില്ലടാ, ചാടുന്നുണ്ടല്ലേ. അകത്ത്. നിക്ക്, ഞാൻ പോയിട്ട് പൈസ എടുത്തോണ്ടെന്ന് വരാം. അങ്ങനെ ആളെ പറ്റിക്കുന്ന പണിയൊന്നും എനിക്കില്ല, ആ സ്വഭാവം എനിക്കില്ല. തന്നെ വേണം. എടോ ഇപ്പൊ എന്നാ പിന്നെ ഞാനോട് പ്രസവിച്ചു തരാം. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? കാശ് വയ്ക്ക്. കയ്യറാ, മര്യാദക്ക് കാശ് വയ്ക്കാൻ. എടുക്കാൻ. എടാ, ഈ ചൂട്ട് പോലത്തെ എന്നെ തല്ലിട്ടേ നിങ്ങൾ വലിയ മിടുക്കന്മാരൊന്നാവുന്നതാ. എനിക്ക് പകരെ ഞാനൊരാളെ കൊണ്ടുവന്ന് തരാം. അവന് രോഗം തൊടാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? കഴിയോ? ആരെ വേണേലും പിടിച്ചോണ്ട് പോടാ. ഞാൻ കൂട്ടി കൊണ്ടുവരട്ടെ? സമ്മതിച്ചോ? സമ്മതിച്ചോ? പറ്റി. ഞാൻ പോയതാ. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണോ? എന്താണ് എന്റെ വായിൽ ചോര? അത് ഞാൻ ദേവസ്വന്റെ ചാരായി കിടന്നേ ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 3-4 പേരായിട്ട് ഉടക്കിന്നല്ല അമറിനെ എടുത്തിട്ട് തല്ലി. ഒന്നുവാടാ. ഞാൻ പറഞ്ഞോ പീറ്ററെ? വരണോന്നോ? അല്ല, മഞ്ജു ഇവിടെ ഉള്ളപ്പോഴേ ഇനി ഞാൻ തല്ലാനൊക്കെ വരുന്നത്. ഓ, നിനക്ക് പെണ്ണായി പടക്കൂഴി അല്ലേ? ഇത്രയും കാലം നിന്റെ നിഴല് പോലെ നിന്റെ കൂടെ എനിക്കിത് കിട്ടണടാ. ഞാൻ അമ്മമാരോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ അങ്ങോട്ടൊന്ന് പോവാ. എനിക്കിത് കിട്ടില്ലടാ. വണ്ടി കയറി. കേറി, അതേ നടത്തിക്കോളാം. പോട്ടെ. അതാ ചോപ്പ് ഷർട്ട്. നീ എല്ലാം കൂടെ ചേർന്നാണോ എന്റെ പീറ്ററെ തല്ലിയത്? ഞങ്ങളാണ്. എന്ത് പണിയായത്? മാങ്ങാത്തൊലി. എടാ, എന്റെ പട്ടിയെ തന്നെ കൂടെ ഇവിടെ ഇട്ട് തല്ലുമ്പോ നീക്ക് നോക്കി നിൽക്കില്ലേനോ? നിന്റെ റാക്ഷാപ്പിന്ന് അടിച്ചു പൊളിച്ച് ഫുട്ബോൾ കളിച്ചതാ. ആരാണ് അവിടെ ഉള്ളത്? എടാ പീച്ച് തറടി, ഓൾ ഇന്ത്യയിൽ ആരാണോ ഉള്ളത്? ആരാണോ ഉള്ളത്? വാടാ. ആ മുട്ട ആ മുട്ട ഇവിടെ ഉണ്ട്. കടിച്ചോ. കല്ലെറിയുന്നോളെ അമരത്തിൻ പൂന്തണല് കാത്തിരിക്കുന്നോളെ ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം, നീ നടന്നോ. ആ കുറ്റി കൊണ്ട് കുറ്റി ഇട്ടോ? എന്നാ ഈ കുറ്റി പിടി. അന്നടാ അത് മനസ്സിരിക്കട്ടെ, നമുക്ക് 2 രൂപ കൂടെ ചെല്ലാം. അയ്യോ, മഞ്ജു ഉറങ്ങിയില്ല. അയ്യോ, കഷ്ടായി പോയല്ലോ. അപ്പൊ എന്തേ സിസ്റ്റർ ഉറങ്ങഞ്ഞ്? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോരാണല്ലോ. മഞ്ജു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റ് ആർക്കും പറ്റൂല സിസ്റ്ററെ, ദൈവത്തിന് പറ്റിയുണ്ട്.
ദേവോത്തറിന് പറ്റിയില്ലേ പിന്നെയാണോ മനുഷ്യ അവച്ചാണോ എന്ന് ചോദിച്ച വാസനിക്കുന്നുണ്ടാവും. അതെ അവച്ചാണോ എന്ന് ചോദിച്ചാ അവത്തല്ല. ഓ ഈ നമ്മുടെ പീറ്റർ പാവമാണ്. ഓ, ഇവനെ ഒരു 3-4 പേര് കൂടെ തല്ലി. ഓഹോ. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്ന വഴിക്ക് ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം. എന്റെ ഒരു സുഹൃത്താണ്, അവന്റെ ഓ, ഫ്രാൻസിസ്. ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മഞ്ജു വണങ്ങുന്നതിന്. അയ്യോ ബിജു ഉറങ്ങി. ദാ, മോനെ. അടി, എണീക്കടാ. മോനെ മോനെ അറിയില്ല സിസ്റ്ററെ, മക്കളെ. താരാട്ട് ഉറക്കി തരാം കേട്ടോ. കണ്ണും കൂട്ടി ഉറങ്ങുക നീയൻ, കണ്ണേ മുന്നായ പൊന്നും മകനെ, താരാട്ട് പാടുവാൻ അങ്കിളുണ്ടല്ലോ കണ്ണേ. പോയി ഉറങ്ങിണ്ടാവല്ലേ പീറ്ററേ, നീ ഇത്ര മനോഹരമായി പാടുന്ന എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാനല്ല പാടിയത്. അയ്യോ വിശക്കുന്നു. അയ്യോ നമുക്കൊന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കുളിക്കില്ലേ, വേണ്ട എനിക്ക് കുളിക്കാൻ പോയ വാ. മൂക്കി കയറുവാ. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കാൻ. എന്താ എനിക്ക് നോയമ്പാ.